എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ടോപ്പ് 5-6 മെയിൽ ലീഡ് ഫെയിൻറ്റിംഗ് സീൻസിൻ്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് സീനിൽ ആബോ ഡിസയർ എന്നാണ് ഈ ഡ്രാമയുടെ പേര്. ഇതൊരു ഡ്രാമയാണ്. ഇവന് നല്ല പനി കാരണമാണ് ഫെയിൻ്റായിട്ട് വീഴുന്നത്. കറക്റ്റ് സമയത്ത് ഇവൻ പിടിക്കുകയും അവന് വേണ്ട കെയറൊക്കെ കൊടുത്ത് അവനെ അസുഖത്തിൽ നിന്നും റെഡിയാക്കി എടുക്കുകയും ചെയ്യുന്നു. ഈ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു കൊറിയൻ ഡ്രാമയാണ്. മൈ ഗേൾ ഫ്രണ്ട് ഈസ് എ മാൻ എന്നാണ് ഈ ഡ്രാമയുടെ പേര്. അവന് പെട്ടെന്ന് വയറിൽ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് വരികയും അവൻ തലയിറങ്ങി വീഴുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്യുകയാണ്. തേർഡ് ഈ ഡ്രാമയുടെ പേര് വന്നിട്ട് ഇതൊരു തായ് ഡ്രാമയാണ്. ബ്ലൂ സ്കൈ എന്നാണ് ഡ്രാമയുടെ പേര്. ഇവനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. ഇവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇഞ്ചുറി പറ്റുന്ന സമയത്ത് ഇവൻ ഒരുപാട് സ്ട്രെസ് ആവുകയും അവന് പെട്ടെന്ന് പെയിൻ വരികയും ഫെയിൻ്റായി വീഴുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഫോർത്ത് ഡ്രാമ, ഇതും ഒരു കൊറിയൻ ഡ്രാമയാണ്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. വളരെ മുമ്പ് ഞാൻ ചെയ്തൊരു ഡ്രാമ റിവ്യൂ ആണ്. ഈ ഡ്രാമയുടെ പേര് ഒട്ടും ഓർമ്മയില്ല. ഇവനൊരു മെമ്മറി ലോസ് സംഭവിക്കുന്നുണ്ട്. ഇവൻ്റെ പഴയകാല ഓർമ്മകൾ വരുന്നത് കാരണം ഇവൻ പെട്ടെന്ന് ഫെയിൻ്റായി വീഴുകയാണ് ചെയ്യുന്നത്. ഈ ഡ്രാമ നമ്പർ 5ഉം ഒരു പഴയ ഡ്രാമയാണ്. ഞാൻ വളരെ മുമ്പ് ചെയ്തൊരു ഡ്രാമ ആയതുകൊണ്ട് ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇവൻ ഓവർ വർക്ക് ചെയ്യുന്നത് കാരണമാണ് ഫെയിൻ്റായി വീഴുന്നത്. താങ്ക് യു.